അങ്ങനെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവരെ കൃത്യമായ സമയത്ത് നാം കൊണ്ടുവിടും. എന്തിനേറെ ട്യൂഷൻ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ വിടുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ളപ്പം പോകാൻ പറ്റത്തില്ല. നമുക്കിഷ്ടമുള്ളപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ അവിടെ പോലും കേട്ടത്തില്ല. അവിടെ നമ്മൾ ഫീസ് കൊടുത്താ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഫീസ് തരുന്നതാണ്, നിങ്ങൾക്ക് ഫീസ് കിട്ടിയാൽ മതിയല്ലോ, നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ഇച്ചിരി താമസിച്ച് വന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. ലൈവ് സ്റ്റാർട്ട് ചെയ്യണേ. പാടെ ലൈവ് കട്ടായോ? ആ, എന്തോ ടെക്നിക്കൽ എററുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കട്ടായതേ ഉള്ളൂ. ഓക്കെ, ലൈവ് അല്പം കട്ടായി എന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു വന്നത്, യഹൂദ ജനം സഭായോഗങ്ങൾ നടക്കേണ്ട ശബത്ത് അശുദ്ധമാക്കുകയില്ല, ഞങ്ങൾ ലംഘിക്കുകയില്ല എന്ന തീരുമാനത്തിലേക്ക് വരുന്നു. നമുക്ക് ഇന്ന് ശബത്താചരണം ഇല്ല. എന്നാൽ സഭായോഗം, നമ്മുടെ സഭായോഗ ദിവസങ്ങളെ നാം എങ്ങനെ കാണുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. യാതൊരു താല്പര്യവുമില്ലാത്ത ആളുകൾ എപ്പോഴെങ്കിലും കയറി വരികയും എപ്പോഴെങ്കിലും പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത. കോളേജിൽ പറ്റില്ല, സ്കൂളുകളിൽ പറ്റില്ല, ഓഫീസുകളിൽ പറ്റില്ല, സാധാരണ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പറ്റില്ല. ഒരു വിവാഹത്തിന് പോയാൽ പോലും നമ്മൾ സമയത്തിന് മുമ്പേ എത്തും. പക്ഷെ സഭായോഗങ്ങൾക്കോ? എനിക്ക് തോന്നുന്നു, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ യോഗമാണെന്നൊരു ബോധ്യം നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഇത് അനേക പ്രാവശ്യം നമ്മൾ നമ്മുടെ സഭകളിൽ പ്രസംഗിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിലും ജനത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ബോധ്യം സ്വയം വരണം. രണ്ടാമതൊരു കാരണം, ഇവിടെ വന്നില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല. അതാണ്. നാഥനില്ലാ കളരി പോലെയാണല്ലോ അല്ലേ? ഇവിടെ ആരും ചോദിക്കാനും തർജനം ചെയ്യാനും ഒന്നുമില്ല. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രധാനമായി ചോദിക്കാനുള്ള ആരാ? ശബത്ത് അശുദ്ധമാക്കിയാൽ ചോദിക്കാൻ ആളുണ്ട്. നമ്മുടെ സഭായോഗത്തെ നമ്മൾ ഒന്നും പ്രാധാന്യമുള്ളതായിട്ട് കാണുന്നില്ലെങ്കിൽ ചോദിക്കേണ്ടത് ആരാ? ദൈവമാ. ദൈവം അങ്ങനൊന്നും ചോദിക്കുകയില്ല എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ടാണ് പ്രകടമായിട്ടൊന്നും നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നുമില്ല. ദൈവം പലപ്പോഴും നമുക്ക് വാണിങ്ങുകളൊക്കെ തരുന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മളതൊന്നും ഗണ്യമാക്കാറില്ല എന്നുമാണ്. ഞാനിങ്ങനെ പറഞ്ഞ ആ ഭാഗവും അവസാനിപ്പിക്കട്ടെ. ശബത്തിൽ വേല ചെയ്യരുതെന്നാണ് പഴയ നിയമത്തിലെ പ്രമാണം. എന്നാൽ ധാരാളം വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് വളരെ ലഘുവായിട്ട് കാണുന്ന
ഇത് ലംഘിക്കുമ്പോൾ യാതൊരു ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്തവരായി ജനം മാറുന്നതായിട്ട് കാണാം. കർത്താവിൻ്റെ കാലം വന്നപ്പോഴേക്ക്, അഥവാ പുതിയ നിയമകാലം വന്നപ്പോഴത്തേനും ഈ ശബത്തിനൊക്കെ ആചാരപരമായ വലിയ പ്രാധാന്യം നൽകിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആ വീര്യപ്രവൃത്തികളൊക്കെ നടക്കുമ്പോൾ അതിനെയൊക്കെ വിമർശിക്കുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ നമ്മൾ കാണുന്നു. ഇവിടെ പുതിയ നിയമത്തിൽ പുതിയ നിയമ സഭയെ, ദൈവസഭയെ സംബന്ധിച്ച്, പുതിയ നിയമ ദൈവജനത്തെ സംബന്ധിച്ച് വളരെ ലാഘവത്തോടെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് എന്നത് ജനം സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാം എവിടെ നിൽക്കുന്നു? നമുക്ക്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അല്പം കൂടെ നമുക്ക് ചിന്തിക്കും. ഈ പുതിയ നിയമത്തിലെ സഭായോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സഭായോഗങ്ങളൊക്കെ പേരിന് പങ്കെടുക്കുന്ന ആളുകളാണ്. മിക്കവാറും പകുതി സമയം നമ്മൾ കാണുകയുള്ളൂ. ഇനി അഥവാ ഇനി മുഴുവൻ സമയം ഇരിക്കുകയാണെങ്കിലും വരുന്നത് നമ്മൾ താമസിച്ചായിരിക്കും. അരമണിക്കൂർ അല്ലെ സഭായോഗത്തിൻ്റെ ഒരു നല്ല ശതമാനം സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഇതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. പക്ഷേ നെഹമ്യാവിൻ്റെ കാലത്തെ ജനം അവരായിട്ട് തന്നെ ഒരു ഉടമ്പടി ഉണ്ടാക്കി അവർ ഒപ്പുവയ്ക്കുക. ഞങ്ങൾ ഈ കാര്യത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കും. ഞാൻ ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഭാഗം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ നാം അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വേണം വരാൻ. ഒരു കാലത്ത് നമുക്ക് ഇതിന് യഹൂദനൊഴികെയുള്ള ആർക്കും ഇതിന് അവകാശം ഒന്നും ഉണ്ടായിരുന്നവരല്ല. നാം പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടമാണ്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം ചിന്തി വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആ പ്രാധാന്യം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങളിൽ നമ്മൾ കുറേ കൂടെ ക്രമീകൃതമായും കൃത്യത പാലിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പുതിയ തലമുറയോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പുതിയ തലമുറയ്ക്കൊന്നും ഇതിനോട് ഒരു താല്പര്യവുമില്ല. ഒരു സാമുദായിക ബന്ധം പോലെ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചറിവിലേക്ക് ദൈവം അവരെ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കും. 5-ാമത് ഇവർ പറയുന്നൊരു കാര്യം, 7-ാം ആണ്ടിനെ, അതിൻ്റെ ആ 31-ാം വാക്യത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായി കണ്ട് എല്ലാ കടവും ഇളച്ചു കൊടുക്കും. നാം ഇന്ന് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടും വളരെ ആകർഷണീയമായിട്ടൊക്കെ നമുക്ക് തോന്നും. യഹൂദൻ്റെ ഒരു പ്രത്യേകതയെ, യഹൂദൻ്റെ പ്രമാണവും ആ പ്രമാണത്തിലെ ഒരു പ്രത്യേകതയൊക്കെ നോക്കണേ, അവരുടെ ഒരു ഭാഗ്യം നോക്കണേ. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ആവർത്തന പുസ്തകത്തിലേക്കൊന്ന് പോകണം. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകണം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, ഒന്ന് എടുത്തോളൂ. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് പുറകോട്ടൊന്ന് യാത്ര ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ കാര്യം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 7 ആണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം. വിമോചനത്തിൻ്റെ ക്രമം എന്തെന്നാൽ, കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം അത് ഇളച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സഹോദരന്
എന്തെങ്കിലും വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? 7-ാം വർഷം ഇളച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ആ കടം വേണ്ടെന്ന് വെക്കണം. ഇത് വെച്ചുകൊണ്ട് ഇന്ന് വായ്പ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കാനുള്ള ശ്രമമൊന്നും ആരും നടത്തണ്ട. അങ്ങനെ ഒരു വലിയ കാലയളവില്ല നമ്മൾ ജീവിക്കുന്നത്. നിവൃത്തിയില്ലാത്ത ഒരുവന് ആഹാരം കൊടുക്കാനോ, കുഞ്ഞുങ്ങൾക്ക് പുസ്തകം മേടിക്കാനോ, കുഞ്ഞുങ്ങൾക്ക് ബാഗ് മേടിക്കാനോ, കുട മേടിക്കാനോ, ഒരു മാസത്തെ ഫീസ് അടയ്ക്കാനോ കൊടുത്തതിനെക്കുറിച്ചല്ല. അതൊക്കെ നമുക്ക് ഇളച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെയുള്ള വായ്പയൊക്കെ തിരിച്ചു കൊടുക്കുകയും വേണം. തിരിച്ചു വാങ്ങാൻ സാധിച്ചാൽ അത് വാങ്ങുകയും വേണം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ന്യായപ്രമാണത്തിൽ പറയുകയാണ്, നിന്റെ സഹോദരന് നീ കൊടുത്ത വായ്പ നീ എന്ത് ചെയ്യണം? 7-ാം ആണ്ടിൽ ഇളച്ചു കൊടുക്കണം. ജോർജ്, എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം, 7 ആണ്ട് കൂടുമ്പോൾ വിമോചനം പ്രഖ്യാപിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ നാം വായിക്കുന്നത്, വിമോചനം പ്രസിദ്ധമാക്കിയതുകൊണ്ട് നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താ? വിമോചന ദിവസം വരുന്നു, അതുകൊണ്ട് ഞാൻ അടുത്ത വർഷം ഇത് ഇളച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ട് കൊടുക്കാതിരിക്കരുത് എന്നർത്ഥം. സഹോദരന്മാർക്കൊക്കെ വായ്പ കൊടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ ഇന്നുണ്ട് കേട്ടോ. ഇന്നുണ്ട്. ദൈവസ്നേഹത്തിലും അല്ലെങ്കിൽ അവരുടെ നിവൃത്തിയില്ലായ്മയാണെന്നൊക്കെ മനസ്സിലാക്കി ചെയ്ത് വായ്പ കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ ഒത്തിരിയും കുടുങ്ങിയിട്ടുണ്ട്. ഒത്തിരി നരകയാതന അനുഭവിക്കുന്നുണ്ട്. വഞ്ചിച്ച് മേടിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത്, യഹൂദനെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിൽ കൃത്യമായിട്ട് അവ പറയുന്നു. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, അങ്ങനെ ഇരിക്കുന്നു, നീ അങ്ങനെ ചെയ്താൽ നിനക്ക് കുറഞ്ഞു പോവുകയില്ല. അതാണ് ഏറ്റവും ഒരു സന്തോഷകരമായ കാര്യം. ഇനി മാത്രമല്ല, ഒരുവനോട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവന് നിവൃത്തിയില്ല പിന്നെ ജീവിക്കാൻ, അവനത് മടക്കി കൊടുക്കണം. ഇതൊക്കെയാണ് വിമോചന സംവത്സരത്തിൻ്റെ പ്രത്യേകത. അപ്പം ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ആ ചരിത്ര ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങളുടെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഈ കാര്യത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവർ ഭയങ്കര വീഴ്ചയുള്ളവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി മുതൽ 7 ആണ്ട് കൂടുമ്പോൾ 7-ാം വർഷം ഞങ്ങൾ വിമോചന സംവത്സരമായിട്ട് പ്രഖ്യാപിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? കടങ്ങളെ ഞങ്ങൾ ഇളച്ച് കൊടുക്കും. ചെറിയ തീരുമാനമൊന്നും അല്ല കേട്ടോ, ചെറിയ തീരുമാനമൊന്നും അല്ല. നിവൃത്തികേടാ അവിടുത്തെ വിഷയം. ഏതെങ്കിലും ഒരു ധനവാൻ അവൻ്റെ ബിസിനസ്സിനു വേണ്ടിയോ അവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനോ മേടിച്ചതിനെക്കുറിച്ചല്ല ഇത് പറയുന്നത് കേട്ടോ. അത് പ്രത്യേകം ചിന്തിച്ചോണം. നിവൃത്തികേടുകൊണ്ട് വായ്പ മേടിക്കേണ്ടി വന്ന, നിവൃത്തികേടുകൊണ്ട് തൻ്റെ വസ്തുക്കളും വീടുകളും ഒക്കെ പണയം വെക്കേണ്ടി വരുന്ന ആളുകൾ, അവർക്ക് പിന്നീട് മാർഗമില്ല. 7 സംവത്സരം കൂടുമ്പോൾ അത് മടക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നീ നിന്റെ സഹോദരനോട് മനസ്സലിവുള്ളവനായി.
അവൻ്റെ ആ കഷ്ടം, അവൻ്റെ കഷ്ടത, അവൻ അനുഭവിക്കുന്ന ദുരിതം അവനെ നിന്റെ അടിമയാക്കി. കടം മേടിക്കുന്നവരെല്ലാം കടം കൊടുക്കുന്നവൻ്റെ ദാസൻ. അങ്ങനെ വചനത്തിലുള്ള വാക്യമാണ്. ദാസൻ, അടിമയാണ്. നിവൃത്തികേട് കൊണ്ടാണ് നമ്മൾ ആരോടെങ്കിലുമൊക്കെ വായ്പ മേടിക്കേണ്ടി വന്നെങ്കിൽ നിവൃത്തികേട് കൊണ്ടാണ്. കളിപ്പിച്ച് മേടിക്കുന്നവരുണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് തൽക്കാലം പരിഗണിക്കണം. ഇത് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിലെ മുഖ്യമായൊരു പ്രമാണമാണ്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ന്യായപ്രമാണത്തിലുണ്ട് കേട്ടോ. നമ്മൾ ഈ ന്യായപ്രമാണത്തെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. ന്യായപ്രമാണത്തെ നിസ്സാരവൽക്കരിച്ചൊന്നുമല്ല. യഹൂദനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരു ന്യായപ്രമാണമുള്ള ജാതി ഏതുള്ളൂ എന്നൊരു ചോദ്യം ആവർത്തന പുസ്തകത്തിലുണ്ട്. ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അത്രമാത്രം വാട്ട് എ ഗ്രേറ്റ് ലോ, എത്ര ഉന്നതമായ ഒരു പ്രമാണമാണെന്നറിയാം. ധാരാളം കാര്യങ്ങളുണ്ട്. പിന്നെ പരദേശിയെ നീ പീഡിപ്പിക്കരുത്, നീ മിസ്രയീമിൽ പരദേശിയായിരുന്നു. അനാഥനെ നീ പീഡിപ്പിക്കരുത്. അങ്ങനെ ധാരാളം പ്രമാണങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിച്ചത് 7 വർഷം കൂടുമ്പോൾ ഉള്ള കടം വീട്ടുന്നതിനെ കുറിച്ച്. എന്താ നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മറ്റുള്ളവൻ്റെ ഭാരവും അവൻ്റെ വേദനയും അവൻ്റെ കഷ്ടതയും അവൻ്റെ ഇല്ലായ്മയും അവൻ്റെ ജീവിതത്തിൻ്റെ ആ അരിഷ്ടതയും തിരിച്ചറിയുവാനും അതിനോട് വളരെ ക്രിയേറ്റീവായിട്ട് പ്രതികരിക്കാനും നമുക്ക് സാധിക്കും. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം അതിനെ എങ്ങനെയാണ് കാണുന്നത്? തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. മാത്രമല്ല, ഗലാത്യലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ വാക്യമാണ് നമ്മൾ വായിച്ചത്. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അടുത്തൊരുവൻ ഇല്ലാതെ വന്നാൽ, നമ്മുടെ സഹോദരന് മുട്ടുണ്ട് എന്നറിഞ്ഞാൽ എന്താ നമ്മുടെ മനോഭാവം? യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടെ നമുക്കൊന്ന് വായിച്ചാലോ? യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, സ്നേഹത്തെക്കുറിച്ച് വിശാലമായി വിവരിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം. അതിൻ്റെ 3-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പി. അതിൻ്റെ 16 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. വാട്ട് ഈസ് ലവ്? എന്താണ് സ്നേഹമെന്ന് നമ്മൾ അറിഞ്ഞത് അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാണൻ വെച്ച് തന്നതിനാലാണ്. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അതാണ് ആത്യന്തികമായ റിക്വയർമെൻറ്റ്. എന്നാൽ നാം പിന്നീട് എന്താ വായിക്കുന്നത്? എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന്
മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് തോന്നാഞ്ഞാൽ, അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കേട്ടോ? ഈ ലോകത്തിൽ വസ്തുവകകളുള്ളവർ തൻ്റെ സഹോദരന്മാരിൽ ആർക്കെങ്കിലും മുട്ടുള്ളത് കണ്ടിട്ട്, അതിപ്പോൾ അവൻ്റെ കുഴപ്പം കൊണ്ടാ, ഇനിയിപ്പോൾ അവനില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഉണ്ടാക്കിയതൊക്കെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ തലമുറകൾക്കും ഒക്കെ ഉള്ളതാ. എന്നും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? വിശാലമായൊരു വിഷയമാണിത്. എന്താ ഈ മനസ്സലിവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ? മനസ്സലിവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല ഉദാഹരണം ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഉപമയാണ്. ഏത് ഉപമ? നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. എന്നാ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ? അത് നമുക്കറിയാം. ആ ഉപമ നമുക്കറിയാം. യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയ മനുഷ്യനെ എന്ത് ചെയ്തു? തൻ്റെ മൃഗത്തിൻ്റെ അവനെ കയറ്റി എണ്ണയും വീഞ്ഞും ഒക്കെ പകർന്ന് അവൻ്റെ മൃഗത്തിന്മേൽ കയറി സത്രത്തിൽ വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് അവിടെ ആക്കി, പോകാൻ നേരം 2 കാശുമൊക്കെ കൊടുത്തിട്ട് ഇനിയും എന്തെങ്കിലും ചിലവഴിക്കുകയാണ് ഞാൻ വന്ന് തന്നോളാം എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചിട്ട് പോയി. റെസ്ക്യൂ ചെയ്തു. ഇതാണ് നമുക്കറിയാവുന്നത്. ശരിയാ. പക്ഷെ അവിടെ ഒരു വിഷയം പറയുന്നുണ്ട്. 2 പേർ അതിനടുത്തൂടെ പോയി. ആരൊക്കെ? ഒരു ലേവ്യനും ഒരു പുരോഹിതനും അവൻ്റെ സമീപേ കൂടെ വന്ന് അവനെ കണ്ടിട്ട് ദൂരെ മാറി പോയി കളഞ്ഞു. അപ്പോഴാണ് കിടക്കുന്നത് ഒരു യഹൂദനാണ്. അവൻ്റെ പുരോഹിത ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകളാണ് ലേവ്യരും പുരോഹിതരും. അവനെ കണ്ടിട്ട് അവരും എന്ത് ചെയ്തില്ല? മൈൻഡ് ചെയ്തില്ല. അപ്പോഴാണ് ഒരു ശമരിയാക്കാരൻ വരുന്നത്. ശമരിയാക്കാരും യഹൂദന്മാരും തമ്മിൽ പൂട്ടിയ. അവർക്ക് തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ല. യഹൂദൻ ശമരിയാക്കാരൻ കിടക്കുന്നത് കണ്ടാലോ ശമരിയാക്കാരൻ യഹൂദൻ കിടക്കുന്നത് കണ്ടാലോ തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് ചിന്തിച്ചു പോകുന്നതാണ് അവരുടെ പതിവ്. പക്ഷെ ഈ ശമരിയാക്കാരൻ നല്ല ശമരിയാക്കാരനായി മാറി. അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മെ സ്വാധീനിക്കേണ്ടത്. നമ്മൾ ഈ നല്ല ശമരിയാക്കാരൻ്റെ കഥയൊക്കെ കേട്ടിട്ടുള്ളവരാണ്. നമുക്കത് ബൈ ഹാർട്ട് അറിയാം. ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് പറയും. എവിടെയാ വിഷയം എന്നറിയാമോ? ഒരു പുരോഹിതനും ലേവ്യനും കണ്ടിട്ട് മാറി കടന്നു പോയപ്പോൾ ഒരു ശമരിയാക്കാരൻ അതുവഴി വന്നു. അവനെ കണ്ടിട്ട് ഈ റെസ്ക്യൂ ചെയ്യാനുള്ള കാരണം അവിടെ പറയുന്നത് അവനോട് മനസ്സലിഞ്ഞു എന്ന്. അവനോട് മനസ്സലി. ഈ മനസ്സലിവാണ് ദൈവസ്നേഹത്തിന് വസിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചത് അങ്ങനെയാ അല്ലേ? മുട്ടുള്ളവന് ഉണ്ടെന്ന് കണ്ടാൽ അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവസ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോ 7-ാം സംവത്സരം ഇളച്ചു കൊടുക്കേണ്ട കൽപ്പന പ്രമാണം അവിടെ ഉണ്ട്.
പതിറ്റാണ്ടുകളായിട്ട് ആ കാര്യം ആരും അങ്ങനെ പരിഗണിക്കുന്നൊന്നുമില്ല. ഇതിനെ തൃണവൽഗണിച്ച് കളഞ്ഞേക്കുകയാണ്. അതിനെ അങ്ങനെ വലിയ പരിഗണനയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇവരിതിലേക്ക് മടങ്ങി വരാൻ ഒരു കാര്യം, ഈ പ്രമാണം ഇങ്ങനെ നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഈ മുട്ടനുഭവിക്കുന്ന, കടം മേടിക്കേണ്ടി വന്ന, വായ്പ മേടിക്കേണ്ടി വന്ന ആളുകളോടുള്ള മനസ്സലിവിൻ്റെ ഭാഗം കൂടെയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവദാസന്മാരായ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ പുറകിൽ അനേക ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും കണിശമായിട്ടുണ്ട്. മാത്രമൊന്നുമല്ല കേട്ടോ, അവരുടെ നിസ്സീമമായ സ്നേഹവും കരുതലുമുണ്ട്. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് പറയുന്നതിന് എനിക്ക് യാതൊരു ലജ്ജയില്ല. ഒരുപക്ഷെ ഞങ്ങളിലൊക്കെ പലർക്കും ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാ. ഇന്നലെ സംസാരിച്ച ജിതേന്ദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞ് കേട്ടായിരുന്നല്ലോ. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സുവിശേഷകന്മാരിൽ ഡബിൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള പലരുണ്ട്, എനിക്കറിയാം. ട്രിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ആളുകളുണ്ട്, എനിക്കറിയാം. ഭൗതിക രംഗത്ത് ജോലി കിട്ടാഞ്ഞിട്ടും ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തവരൊന്നും ആയതുകൊണ്ടല്ല. നല്ല ഉന്നതമായ ജോലിയിലൊക്കെ ഇരുന്ന ആളുകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നവരും അറിയാം. പക്ഷേ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ദൈവമക്കളുടെ സഹായം കൊണ്ട് തന്നെയാണ്, സംശയമില്ല. അത് ദൈവത്തോടുള്ള കടപ്പാടും ദൈവവേലയോടുള്ള കടപ്പാടുമാണ്. എന്നാൽ അത് പാവപ്പെട്ടവർ എന്ന നിലയിലല്ല. അങ്ങനെ ആകെയും വരും. എന്നാൽ ദൈവമക്കളായ സാധാരണക്കാരുടെ ആവശ്യം വരുമ്പോൾ അവരെ കരുതുന്നത് ദൈവസ്നേഹവും അവനോടുള്ള മനസ്സലിവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ സാധാ വിശ്വാസികളെ സഹായിക്കാനുള്ള മനസ്സുണ്ട്? എത്ര പേർക്കുണ്ട്? സുവിശേഷകന്മാർക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, നല്ലത്, കൊടുക്കണം. പക്ഷെ മതിയോ? ക്രിസ്തീയ കൂട്ടായ്മ എന്ന ആ പുസ്തകം എഴുതിയപ്പോൾ എൻ്റെ മേശപ്പുറത്ത് ഈ ദിവസങ്ങളിൽ സന്ദർഭോചിതമായിട്ട് ആ പുസ്തകം എൻ്റെ കയ്യിൽ ഇവിടെ വന്നു. ലാസ്റ്റ് കോപ്പിയാണ്, ബാക്കിയെല്ലാം തീർന്നു. ഈ പുസ്തകം ഇതിനകത്ത് എഴുതി വന്നപ്പോൾ ഭൗതിക കൂട്ടായ്മ നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സുവിശേഷകന്മാർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചല്ല കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നത്. ദൈവവചനം വിശദീകരിച്ചിരിക്കുന്നതും അതല്ല. വിശുദ്ധന്മാർക്ക്, സാധാരണ വിശ്വാസികൾക്ക് നൽകുന്നതിനെക്കുറിച്ചാണ്. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാൻ ദൈവം കൃപ തന്നു. ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് വെരി സീരിയസ് ഇഷ്യൂ. അതുകൊണ്ടാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ യഹൂദ ജനം ഉടമ്പടി എഴുതി ഒപ്പിട്ടതിൻ്റെ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 7-ാം ദിവസം ഞങ്ങൾ എന്തു ചെയ്യും? കടമെല്ലാം വിളച്ച് കൊടുക്കും. ഇത് സംബന്ധിച്ചൊരല്പം വിശദീകരണം ഒരുപക്ഷെ ആവശ്യമുണ്ട്. കാരണം ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ യഹൂദന്മാരുടെ ഈ രീതി ഷ്മിദ സർക്കിൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നല്ല രസകരമാണ് അത് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ. ഷ്മിദ സൈക്കിൾ ഒരു റൊട്ടേഷനായത്. അത് 7 വർഷം കൂടുമ്പോൾ ഉള്ളതാണ്. അത് വളരെ രസകരമായ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. ഈ വായ്പ മാത്രമല്ല, ഈ കാശ് മാത്രമല്ല, സ്ഥലം സംബന്ധിച്ചൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. 7-ാം സംവത്സരം സംബന്ധിച്ച് വരുമ്പം വേറെ ചെയ്യേണ്ട ചില പ്രമാണങ്ങൾ കൂടെ ഉണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്കത് പിന്നീട് ചിന്തിക്കാം. ദൈവജനമായ പുതിയ നിയമ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് മനസ്സലിവിൻ്റെ ഒരു ഭാഗം ഇവിടെയുണ്ട്. മറ്റുള്ളവനോട് നാം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന ഒരു ചിത്രം ഇവിടെയുണ്ട്. ആ തിരിച്ചറിവിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിവിധ മീഡിയയിലൂടെ ഇപ്പോഴും പിന്നീട് ഇത് കേൾക്കുന്നവരുമുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും നിലയിൽ ഒരളവിൽ
പ്രോത്സാഹനമായി തീർന്നാൽ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. തുറന്ന ഹൃദയത്തോടെ ഈ കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും നന്ദി. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാണ്. Praise the Lord. Thank you, Son of God. While Sanjeev, we are listening the 60th episode on the topic Nehemiah. Let's build the wall. Very blessed message, very blessed thoughts, and we thank Son of God for the blessed message we got here today. And we thank Son of God, Brother Suresh Bowas from Balrampuram, to Andhra for the very blessed song. The Tom is open every day, Monday to Friday, 9 p.m. with the same idea and same link. Every Monday we have special messages by different Son of God on this platform. Every Tuesday, we want Sanjeevi on the topic Nehemiah. Let's build the wall. Every Wednesday, this Wednesday, we will be having a new series on Christian discipleship by Evangelist Abhilash PK. And every Thursday, we'll be having Evangelist Biju Benjamin from Kilibel Adur on the topic Minor Prophet, Book of Hosea. And every Friday, Evangelist Baiju Matthew from Palakkad on the topic perfectness in relationship. So we request on the platform Monday, Friday, same idea, same link.